നിങ്ങൾ എന്നെ എന്തിനു വരാൻ പറഞ്ഞത്? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. വിസിലടിക്കാം. മോശ സമയത്തിന് വിസിലുമില്ല. നീ വന്നാ ഇടി എന്റെ വിസിൽ ശബ്ദമില്ലാതെ പിന്നെ നീ എങ്ങനെ വന്നത്? ഓ, ചേട്ടന്റെ വിസിൽ എത്രത്തോളം നീളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സൈക്കിളിന് കാറ്റടിക്കുന്നപ്പോഴത്തെ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങളായിരിക്കും. എന്നെ കിളത്തിയത് മതി. ആദ്യം നീ എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് പറ. അതെന്താന്നറിയോ? നിന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുവോ? അപ്പൊ ചെലവുണ്ട്. നമുക്ക് ഒളിച്ചോടണ്ടേ? ഒളിച്ചോടാനാ? എന്റെ പൊന്നുമോളെ, ഒളിച്ചോടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ എടുത്തിട്ടില്ല. തയ്യാറെടുത്ത് ഓടാൻ വേണ്ടിട്ട് ഇത് 100 മീറ്റർ ഓട്ടോ അല്ല, ഒളിച്ചോട്ടമാ. നമ്മൾ രണ്ടുപേരും മതി. ആദ്യം ഒളിച്ചോടാൻ നമ്മൾ രണ്ട് മാത്രമേ കാണുള്ളൂ. അവസാനം നിന്റെ ആൾക്കാരെല്ലാം പിറകെ വരും. അവസാനം അതൊരു മാരത്തോൺ ഓട്ടോ ആയിട്ട് മാറും. ഓ, കരുനാക്കെടുത്ത് വളക്കല്ലേ മനുഷ്യ. നിങ്ങൾ ഒന്ന് മൂളിയാ ഞാൻ ഇപ്പൊ കൂടെ വരും. ചില്ലേല്ലേ ചില്ലേല്ലേ ചില്ല വെട്ടണ ചില്ലേല്ലേ. കൂടാൻ പറഞ്ഞപ്പോ നിന്ന് പാട്ട് പാടുന്നോ? ഞാനല്ലേ പാടിയത്. ആ ഇലക്ട്രിസിറ്റിയുടെ ടച്ച് വെട്ടുകാരനാ. ചില്ലേല്ലേ ചില്ലേല്ലേ ചില്ല വെട്ടണ ചില്ലേല്ലേ. രണ്ടെണ്ണം കൂടെ രാവിലെ ലൈൻ വലിയാണല്ലേ. തടസ്സമായിട്ട് വല്ല ചില്ലയുണ്ടെങ്കിൽ പറഞ്ഞാ മതി, വെട്ടിത്തരാം. തടസ്സമായിട്ടുള്ള തന്തയുണ്ട് അകത്ത്. അങ്ങനെ വെട്ടിയാ ഞാൻ ജയിലിൽ പോവും. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തോന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. തന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമുക്ക് പോവാം. പിന്നെ നിന്റെ തന്തയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടുന്ന് ഒരു തരി പൊന്നുപോലും ഞാൻ എടുക്കൂല. അതെനിക്കറിയാം. നീ എടുക്കണം. നമുക്ക് അങ്ങോട്ട് ജീവിക്കണ്ടേ? അയ്യോ, ഒരു തരി പൊന്നുപോലും ബാക്കി വെക്കരുത്. കംപ്ലീറ്റ് പാഴ്സൽ ബാഗ് കൊടുത്തിട്ട് പെട്ടെന്ന് വാ. നല്ല സൂപ്പർ കണ്ണിമാങ്ങ. ഗർഭിണിയായിരിക്കണ എന്റെ ഭാര്യക്ക് അച്ചാർ ഇട്ട് കൊടുക്കാം. വൈകുന്നേരം എനിക്ക് ടച്ചിങ്സും ആക്കാം. അയ്യോ, 100 ആയുസ്. ഇതാ വിളിക്കണം അവള്. കണ്ണിമാങ്ങയുടെ മണം അടിച്ചെന്ന് തോന്നുന്നു. ഹലോ, എന്തോന്നടി? റംബൂട്ടാനാ? ഇടി, റംബൂട്ടാനും പേരയ്ക്കായി കഴിഞ്ഞ ആഴ്ച ഞാൻ വെട്ടിക്കൊണ്ട് വന്നേലേ ഉള്ളൂ. റംബൂട്ടാൻ ഈ ലൈനിന്റെ മുകളിൽ കിടന്നതല്ല, ഞാൻ ആ വീട്ടിന്റെ മതിലിൻ ചാടി മോട്ടിച്ചോടാണ് വന്നത്. ആപ്പിളാ? ഇടി, ആപ്പിള് വെട്ടാൻ സിംലയിലല്ല ഞാൻ ചില്ല വെട്ടാൻ പോയത്. ഞാൻ ഈ കൊച്ചു കേരളത്തിലാണ് എന്റെ ചില്ല വെട്ടല്. ഇവിടെ ഈ വവ്വാല് ചപ്പിയ പേരയ്ക്ക് അണ്ണാൻ ചപ്പിയ മാങ്ങയെ കിട്ടുള്ളൂ. മസാല ദോശ ഈ മരത്തിൽ കായ്ക്കണ സാധനം അല്ലല്ലോ, വെട്ടിക്കൊണ്ട് വരാ. വൈകുന്നേരം വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച ശല്യപ്പെടുത്തല്ലേ. വെച്ചിട്ട് പോ. കൺഗ്രാചുലേഷൻസ്. അല്ല, ചേട്ടന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ. ചേട്ടൻ ഗർഭിണിമാരെന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കണം. ചേട്ടാ, ഈ മാങ്ങ എല്ലാം പറിച്ചോണ്ട് പെട്ടെന്ന് പോ. ഗർഭിണിമാരെ പ്രാക്കറിയാലോ, ഓടിയാൻ മുഴുക്കൂല. ഓ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വേണം നിനക്ക് ബാക്കി ലൈൻ കണ്ടിന്യൂ ചെയ്യാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോണില്ല. പയ്യെ നോക്കി മാങ്ങ അടത്തിട്ടേ പോകുന്നുള്ളൂ. നല്ല കണ്ണിമാങ്ങ നിക്കണ ചില്ല നോക്കി വെട്ടാം. മാങ്ങ സംസാരിക്കുന്ന നീ ആരോട് ചോദിച്ചാണ് എന്നെ മാവി തൊട്ടെ? ആരോട് ചോദിക്കണം? ചില്ല വെട്ടൽ, ബില്ല് കൂട്ടൽ, കറണ്ട് കട്ട്, ഈ 3 കാര്യങ്ങൾ നടപ്പിലാക്കാൻ KSEBക്ക് ഒരുത്തന്റെ അനുവാദം വേണ്ട. KSEB ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടേ, നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞാൽ നന്നാക്കാൻ വേണ്ടി ഇവരാണ്ട് ഒച്ചി വരുന്നവര് വരും. ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് വരും. നേരെ മറിച്ച് നമ്മൾ ഒരു കറണ്ട് ബില്ല് കാണാൻ അടച്ചില്ലെങ്കിലോ ജെറ്റ് വരുന്നവര് വരും ഫീസ് ഊരാൻ വേണ്ടി. അതാണ് KSEB. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മാവിലത്ത് കാണാൻ തൊട്ടാ കഴിയാൻ പറ്റും. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ മാവിന്റെ മൂട് വെച്ചല്ല വെട്ടാൻ പോകുന്നത്. ഈ നിൽക്കുന്ന കണ്ണിമാങ്ങ നിൽക്കുന്ന ചില്ലയില്ലേ, ആ ചില്ല മാത്രമേ വെട്ടുന്നുള്ളൂ. ഈ ഒരു ചില്ലാൻ വെട്ടുന്നില്ല. അല്ല, നിനക്ക് ഈ 4 കണ്ണിമാങ്ങ പോയി എന്താണ് കുഴപ്പം? കണ്ണിമാങ്ങ നിനക്ക് വെറുതെ കണ്ണിമാങ്ങയായിരിക്കും ഇത്. ഈ മാവ് നട്ടിട്ട് ആദ്യം കായ്ച്ച മാങ്ങയാണിത്. ഇത് അമ്പലത്തിലേക്ക് നേരത്തെ പറഞ്ഞു വെച്ചേക്കാണിത്. അതിന് എന്റെ ഈ പൊന്നുമോടെ കല്യാണം നടക്കാൻ വേണ്ടി. ഈ മോളെ കല്യാണം നടത്താൻ ഇത് കല്യാണമായിട്ട് നടക്കുമെന്ന് തോന്നണില്ല. കല്യാണം നടക്കും. ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു മൃഗ ഡോക്ടർ വരും. അമക്കാൻ ചെറുക്കായി. ഡോക്ടറെ കാണാൻ വരാൻ വേണ്ടി ഞാൻ ഉണ്ണിക്കിടാവല്ല, ഉണ്ണിമായി. അച്ഛാ, എടി, നിനക്ക് ഇനി 80 വയസ്സായാലും നീ ഇനി എന്റെ ഉണ്ണിക്കിടാവാ. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പെണ്ണ് കാണാൻ കല്യാണമൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ട് എനിക്ക് മറിച്ചില്ല വെട്ടാനുള്ളതാണ്. നീ വെട്ടരുത്. വെട്ടിയാ നിന്റെ കയ്യാൻ വെട്ടി എന്റെ അടുത്ത് കൂടുതൽ കളിക്കല്ലേ. എന്റെ സ്വഭാവം മാറിയ വെട്ടൊന്ന് ഫീസ് 2. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇവിടെ നിന്ന് കത്തും. ട്രാൻസ്ഫോമർ ഞാൻ ഇവിടെ നിന്ന് ചൂടായ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ട്രാൻസ്ഫോമർ വരെ അടിച്ചു പോകും. എന്നാ നിന്നെ ശരിയാക്കിച്ചിട്ടാ ഞങ്ങൾ ഇവിടെ മിന്നൽ മുരളിയാ. നീ അപ്പുറത്ത് ലൈൻ വലിച്ചപ്പോ കറണ്ട് അടിച്ച മിന്നലായി. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പുറത്തോടെ പോയി ബഹളം വെക്ക്. എനിക്ക് ഇവിടുന്ന് ഒരു സാധനം കൊണ്ടുപോകാനാണ്. ഇവിടുന്ന് എന്തോ സാധനം? ഉണ്ണിമാങ്ങ അല്ല, കണ്ണിമാങ്ങ. എടാ, ഇവിടുന്ന് മാങ്ങ വെട്ടിയാ നിന്റെ കൈ അടിച്ചു പഠിക്കും. ഈ മാവ് വെട്ടാന്നുള്ള നിന്റെ ആഗ്രഹം നീ ഞാൻ കളഞ്ഞേക്കടാ. ഞാൻ വെട്ടും വെട്ടും. നീ വെട്ടും.
എന്താ പരിപാടി? വിളിച്ചല്ല. ഓ, ഒളിച്ചോട്ടം. ബാഗ്, പെണ്ണ്, കാമുകൻ, ഇത് ഒളിച്ചോട്ടം തന്നെ. ഈ ഒളിച്ചോട്ടം ഞാൻ സമ്മതിക്കില്ല. ശരിയാക്കി തരാം, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഉണ്ണിത്താൻ ചേട്ടാ, നിങ്ങളിവിടെ കണ്ണിമാങ്ങ നോക്കി നിന്നോ. ചേട്ടന്റെ മോളിപ്പോ സേലം കിടക്കും. ഏലം കിടത്തിട്ട് നല്ല കാശ് കിട്ടും, നല്ല ബിസിനസ് അല്ലേ? സേലം കിടക്കുന്നില്ല പറഞ്ഞത്. ചേട്ടന്റെ മോളും കാമൂരും കൂടെ ഒളിച്ചോടാ പോള്. അത് നല്ല കാര്യമല്ലേ? അയ്യോ, ഇടി ഓടരുത്, അവനോട് പോകരുത്, എന്നെ ഓടിക്കരുത്, ഓടിച്ചിട്ട് പിടിക്കും ഞാൻ. എന്താ കാണിക്കുവാ? ശരിയാണല്ലേ, ആ നീങ്ങുന്നില്ലല്ലേ? ഇത് കഷത്തിരുന്നോണ്ടാ ഇത് പിടിച്ചേ. ഞാൻ പോരാ. അവളവിടെ ഇപ്പൊ കാണിച്ചാ. ഒളിച്ചില്ലേ സാറ്റേ? കണ്ടുപിടിച്ച് ഈ ബാഗ് കൊടുത്തോണ്ട് നീ എവിടെ പോണു? അച്ഛൻ ഞാൻ എങ്ങോട്ട് പോണില്ല അച്ഛാ, ഞാൻ അച്ഛന്റെ സ്റ്റണ്ട് കണ്ടോണ്ടിരിക്കുവായിരുന്നു. എടി സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അബൂസലീമല്ല, ഒരു പാവപ്പെട്ട ഉണ്ണിയപ്പോണ്. ഉണ്ണിയപ്പോ അല്ല, ഉണ്ണിത്താനാണ്. കേറി പൊടി പിത്തക്കാടി. എടാ മിന്നൽ മുറി, അപ്പൊ നീയാണ് എന്റെ മോടെ കള്ളക്കാൻ പോവല്ലേ? എടാ പൊര കത്തുമ്പോ തന്നെ നീ വാഴ വെട്ടണം അല്ലടാ? വാഴ വെട്ടണത് മാവ് മുറിക്കണൊക്കെ അവന്റെ പണി. ഞാൻ വെട്ടുന്നതൊക്കെ നല്ല തേൻകരിമ്പ് നോക്കിയേ വെട്ടു. ഈ കരിമ്പ് വെട്ടുന്നത് എനിക്കൊന്ന് കാണണോടാ. അവൻ മാവ് വെട്ടുന്നത് എവിടെ? ശരിയാണല്ലേ, ഇവിടെ നീങ്ങുന്നില്ലേ? ആ ബാഗ്, ഈ ബാഗ് പിടിച്ചോണോ? ഞാൻ പോരെ. നീ വെട്ടുവല്ലോടാ? വെട്ടും. നിങ്ങളെ മോള് പോണു. മാവ് വെട്ടുന്നു. മാവ് വെട്ടരുത്. പോകുന്നു. മോള് പോവരുത്. മാവ് വെട്ടുന്നു. മോള് പോകുന്നു. മാവ് മോള് മാവ് മോള് മാവ് മോള് മാവ് മാവ്. അരുത് കാട്ടാളാ, വെട്ടരുത്, മരമൊരു വരമാണ് കാട്ടാളാ. പോവരുത് മോളെ അച്ഛനെ കളഞ്ഞിട്ട്, പോവരുത് മോളെ അച്ഛനെ കളഞ്ഞിട്ട്. നാടോടി നൃത്തം 1ാം സമ്മാനം ചെസ് നമ്പർ 158. എനിക്ക് ഫസ്റ്റേ. ഒന്നും മിണ്ടായിരിക്കാതെ ഇതുവരെ കയറി പോയി പറിക്കാത്ത കണ്ടവന്റെ കൂടെ പിന്നെ ശരിയാക്കണം. പൊക്കോ കയറി. ഈ മാവ് വെട്ടുവല്ലോ. നീ വെട്ടുവല്ലോ. ഒന്ന് നിർത്താവോ? നിങ്ങൾ മാവ് വെട്ടുവോ വെട്ടായിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് കൃത്യസമയത്ത് കറണ്ട് കിട്ടണം. എന്റെ ഭാര്യക്ക് സീരിയൽ കാണാനുള്ളതാ. യാത് സീരിയല്? കുളിക്കാൻ ഇറങ്ങിയ പെണ്ണ്. സീരിയല്ല, കുളിക്കാൻ ഇറങ്ങിയ പെണ്ണ്. പെണ്ണ് കുളിക്കാൻ ഇറങ്ങിയല്ലേ? അപ്പൊ പിന്നെ ഇരുട്ടത്ത് കുളിക്കട്ടെ. അവക്ക് വെട്ടത്ത് കുളിക്കുന്ന ഇഷ്ടം. വെട്ടത്ത് കുളിക്കണമെങ്കിൽ ഇയാള് മാറണം. ഇയാള് മാറിയാലേ ചില്ല വെട്ടാൻ പറ്റൂ. ചില്ല വെട്ടിയാലേ വെട്ടം വരൂ. ഞാൻ മാറുന്ന പ്രശ്നമില്ല. കേറിപ്പോ മനുഷ്യ. എന്റെ ഭാര്യയുടെ അതേ ടോണ് പോയേക്കാം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറയാം നീയാണോ? പുടാ. ഒളിച്ചോട്ടാണ് പരിപാടി അല്ലേ? ശരിയാക്കി തരാം. ഉണ്ണിത്താൻ ചേട്ടാ, എന്റെ കുളിക്കാൻ ഇറങ്ങിയ പെണ്ണ് സോപ്പെടുത്തോ എന്തോ. അച്ഛാ, എന്നെ പെണ്ണാണ് പറഞ്ഞ മൃഗഡോക്ടറിനെ ഞാൻ കടുപ്പത്തിന് നല്ല മധുരം കൂട്ടി ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് കൊടുത്തേക്കണേ. അയ്യോ, അവന് മധുരം വേണ്ട, അവന് ഷുഗർ ഉണ്ടടി. അയ്യോ, എന്റെ മോള് പോയേ. പോവല്ലേ? അയ്യോ, എന്റെ മോള് പോയടാ. ഇനിയിപ്പോ എന്താ ഞാൻ? ചേട്ടാ, ചേട്ടന്റെ മോള് ഉണ്ണിമായ പോയി. ഇനി ഈ ചില്ലയിൽ നിൽക്കുന്ന കണ്ണിമാങ്ങ ചേട്ടന് വേണോ? ആ ചില്ല ഞാൻ അങ്ങ് വെട്ടട്ടെ. നീ എന്തിനാ ചില്ലയാക്കുന്നത്? ഈ മാവ് മൂടോടങ്ങ് വെട്ടിക്കളയടാ. അതെന്ത്? ഇനി എനിക്ക് എന്തിനാ കണ്ണിമാങ്ങ?